ഹായ് ഹലോ. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഉള്ള കാര്യങ്ങൾക്ക് തോരൻ വെക്കാനുള്ളയും ഫ്രിഡ്ജിൽ നിന്ന് എടുക്കേണ്ട സാധനങ്ങളെല്ലാം ആദ്യമേ എടുത്തങ്ങ് വെക്കും. ഇത് നമ്മൾ ജോലിക്കാരി പിള്ളേരും അമ്മയും ചേട്ടനൊക്കെ ഉള്ള ദിവസങ്ങളിൽ എടുത്ത വീഡിയോ. ഒരുപാട് വീഡിയോസ് ഉണ്ട്. അവരിപ്പോൾ രണ്ട് വർക്ക് കൊല്ലത്തെ കഴിഞ്ഞ് അവർ എറണാകുളത്തേക്ക് പോവുകയും ചെയ്തു. ഇതുവരെ നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. എല്ലാം പെൻഡിങ്ങിലിരിക്കുക. ഓരോന്നോരോന്നായിട്ട് എഡിറ്റ് ചെയ്തിടാം. പിന്നീട് ഇപ്പോൾ എൻ്റെ കൂടെ ചേച്ചിയും ഉണ്ട്. മറ്റേ 2 ദിവസം ഞാൻ ചേച്ചിയെ വിളിക്കാതായി എണീറ്റത് രാവിലെ. കാരണം എനിക്ക് ഉറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മറ്റൊരാൾ ഉറങ്ങുന്നത്, അവരെ വിളിച്ചുണർത്തുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടവുമല്ല. അപ്പോൾ ചേച്ചി അലാറം കേട്ടാലും ചിലപ്പോൾ ചേച്ചി കേൾക്കൂല. അപ്പം ഞാൻ എണീക്കും. പിന്നെ ഏറ്റവും ഞാൻ വിളിക്കത്തില്ല എന്ന് ചേച്ചിക്ക് ഉറപ്പായപ്പോൾ പിന്നീട് ചേച്ചി അലാറം ശ്രദ്ധിച്ച് കിടക്കാനായിട്ട് തുടങ്ങി. ചേച്ചിയുടെ ഫോണിൽ ചേച്ചി അലാറം വെക്കും. എൻ്റെ ഫോണിൽ അടിക്കുമ്പോൾ ചേച്ചി ചിലപ്പോൾ അത് കേൾക്കത്തില്ല. പിന്നെ ചേച്ചിയുടെ ഫോണിൽ ചേച്ചി വെക്കാൻ തുടങ്ങി. അങ്ങനെ ചേച്ചിയും പിന്നീട് എണീക്കാൻ തുടങ്ങി. അമ്മയെ ഞങ്ങൾ വിളിക്കത്തില്ല. എണീറ്റ് വന്നാലും പോയി കിടന്നോളാൻ പറയും. കാരണം അമ്മയും സൈറ്റിൽ പോകുന്നത് രാവിലെ മുതൽ. പിന്നെ വൈകുന്നേരം അവരെപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് അമ്മയും ചേട്ടനും വരുന്നത്. അപ്പം അമ്മ പോയി കിടന്നോളാൻ പറയും. പിന്നീട് കുക്കിങ് ചേച്ചി അരിഞ്ഞും എടുത്തും ഒക്കെ തരുമ്പോൾ എനിക്ക് വെച്ചാൽ മാത്രം മതി. വെച്ച് കറികളും കാര്യങ്ങളും മാറ്റി മാറ്റി എടുത്താൽ മതി. കൈസായത്തിന് ചേച്ചി ഇങ്ങനെ നിൽക്കും. പാത്രം കഴുകാനാലും അരിഞ്ഞു തരാനാലും ക്ലീനിങ്ങിനും ഒക്കെ ചേച്ചി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതാണ്ട് അന്ന് നമുക്ക് പുട്ടായിരുന്നു കാപ്പി. പുട്ടും പയറും പപ്പടവും പിന്നെ ചീരത്തോരൻ, മുട്ട വറുത്തത്, നമ്മൾ തലേന്ന് രാത്രി രസം വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു. തലേന്ന് രാത്രി തന്നെ ആയിരുന്നു മീൻ കറിയും വെച്ചിരുന്നത്. അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെ ആയിരുന്നു ഉച്ചയ്ക്കത്തെ ചോറിനുള്ളത്. കാപ്പി അവരെല്ലാവരും ഇവിടുന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾക്കുള്ള ചായ. ഇനി കൊച്ചുങ്ങൾ റൂമിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവർ റൂം എടുത്താണ് നിൽക്കുന്നത്, വീട്ടിലല്ല. വീട്ടിൻ്റെ അടുത്ത് തന്നെ അവിടെ ലോഡ്ജിൽ റൂം എടുത്താണ് അവരെ നിർത്തിയേക്കുന്നത്. അതുകൊണ്ട് തോരനൊക്കെയായി മീൻ കറി. അപ്പോൾ അവർ കുളിച്ച് റെഡിയായി വർക്കിന് പോകുന്നതിന് മുമ്പ് ഇവിടെ വരും. വീട്ടിൽ വന്നിട്ട് നമ്മളെ കൂടെ ഇരുന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ചിട്ട് പിന്നീട് അവർ വർക്കിന് സൈറ്റിലോട്ട് പോവുക ചെയ്യുന്നത്. അപ്പം അവർ വരുന്നതിന് മുമ്പ് കാപ്പിയൊക്കെ നമ്മൾ റെഡിയായി. കാപ്പിയല്ല ചോറും എല്ലാം അവന്മാർ വരുന്നതിന് മുമ്പ് റെഡിയായിരിക്കും. പിന്നെ അത് പൊതിഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതാണ്ട് പുട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇങ്ങനെ ടേബിളിൽ കൊണ്ടുവച്ചാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇഷ്ടത്തിനനുസരിച്ച് കഴിച്ചോളും. ഈ ദിവസം അമ്മ പോകുന്നുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് വേറെന്തോ ഉണ്ടായിരുന്നു, വേറെ എവിടെ പോകണമായിരുന്നു. അപ്പോൾ ചേട്ടനായിരുന്നു അന്ന് പോയത്. അവരോട് ചേട്ടൻ പോയി, അമ്മ അന്ന് പോയിട്ടില്ല. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ്ട് പിന്നെ അമ്മ ചോറൊക്കെ പൊതിയാൻ തുടങ്ങി. പിന്നെ അവരുടെ കണക്കും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അമ്മ അത് കൃത്യമായിട്ട് അമ്മ പൊതിഞ്ഞ് എടുക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് അവർ എങ്ങനെ കഴിക്കും, വേസ്റ്റ് ആക്കത്തില്ല, എങ്ങനെ ആർക്ക് കുറച്ച് വേണം കൂടുതൽ വേണം എന്നുള്ളത് അമ്മയ്ക്ക് അറിയാം. അവരളവ് കറക്റ്റായിട്ട് അറിയാം. അതിൽ അജ്മലിനെ കൊണ്ടേ ഉള്ളൊരു ഇച്ചിരി കുഴപ്പം എന്ന് വെച്ചാൽ അവന് ചോറ് ഭയങ്കര മടിയാണ് കഴിക്കാനായിട്ട്. ചോറെന്ന് വെച്ചാൽ അവനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. 25 വയസ്സുണ്ട് അവന്. പക്ഷെ ചോറല്ല, കടയിൽ നിന്നുള്ള ഫുഡാണെങ്കിലും അവന് കഴിക്കാൻ പാടാണ്. അവൻ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. ഇവർ ചോറ് തുറക്കുമ്പോഴേ ഇവർ പറയും, അവൻ ചോറ് തുറക്കുമ്പോഴേ അമ്മയും ചേട്ടനും അവന്മാരും പറയുന്നത് ഇതാ, ഈ വരമ്പ് കെട്ടാൻ തുടങ്ങി എന്ന് വെച്ചാൽ അവൻ ചോറ് തുറന്ന് കറിയും എല്ലാം ഇട്ട് കുഴച്ചിട്ട് ഒരു സൈഡിലോട്ട് കൂട്ടി വെക്കും. എന്നിട്ട് അത് സംസാരിച്ച് അത് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വെക്കും. പിന്നെ അത് സംസാരിച്ച് അത് അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വെക്കും. ഇത് തന്നെ ഈ ചോറിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരമ്പ് വെട്ടി വെക്കുന്ന കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുക. അതുകൊണ്ട് തന്നെ അമ്മ ചോറ് ഇവർ കഴിക്കാൻ എടുക്കുമ്പം അജ്മലിനെ മുന്നേ പിടിക്കും. അമ്മയുടെ ഇടതുവശത്തെ അജ്മലിനെ പിടിച്ചിരുത്തത്തോളം. എന്നാലേ അമ്മയ്ക്ക് അത് കഴിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനും എടുക്കാനും പറ്റത്തുള്ളൂ. അപ്പം ചോറ് കൊടുക്കുമ്പോഴേ അമ്മ അജ്മലിനെ പിടിച്ച് അമ്മയുടെ അടുത്തേ ഇരുത്തത്തുള്ളൂ. അമ്മ അത് മൊത്തം അവനെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യും. അവന് കഴിക്കാൻ പാടാണ്. അവന് കുറച്ച് ചോറും അമ്മ ഇടുന്നത്, പക്ഷെ അതും അവൻ കഴിക്കാതിരുന്ന അങ്ങനെ. അപ്പോൾ പിന്നെ അമ്മ നിർബന്ധിച്ച് ഇങ്ങനെ കഴിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ചോറ് എടുത്ത് കൊടുക്കുന്ന ഉടനെ അമ്മയും അവനും ഒരിടത്ത്, അവ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ പോയി അമ്മ ഇരിക്കത്തുള്ളൂ. അവനെ കൊണ്ട് തീറ്റിപ്പിക്കും. പിന്നീട് ഇവനൊരു സ്വഭാവമുണ്ട്, ചോറ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പാത്രത്തിൽ അവൻ്റെ ചോറ് വീതിച്ചു കൊടുക്കും. അതിനും അമ്മ സമ്മതിക്കത്തില്ല, അവരാരും സമ്മതിക്കത്തില്ല. പക്ഷെ ഇവ എങ്ങനെയെങ്കിലും അവരെ പാത്രത്തിൽ ചോറാക്കി വെക്കും. അതുകൊണ്ട് അമ്മ കൈ കൊടുക്കുമ്പോഴേ അമ്മയെ എടുത്ത് പിടിച്ച് ഇരുത്തും. അങ്ങനെ അവനെ തീറ്റിപ്പിക്കുന്നത്. ചോറുണ്ണാൻ ഭയങ്കര പാടാണ്. എന്ത് സാധനമാണെങ്കിലും അവനും പാടാ. അവൻ ഇങ്ങനെ കിട്ടുന്ന സമയം ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ചോറ് എപ്പോഴും അന്ന് കൊടുത്തു വിടുമ്പോൾ അമ്മയ്ക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം അമ്മയില്ലല്ലോ. അപ്പം നോവലിനെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നത്, ചോറ് അവനെ കൊണ്ട് തീറ്റിപ്പിക്കണമെന്ന് നോവലിനെ പറഞ്ഞാൽ ഏൽപ്പിച്ചിരുന്നത്. അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മ
അമ്മ ചോറ് മാറിപ്പോയിരിക്കാൻ വേണ്ടി എല്ലാവരുടെയും പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. നോബിള്, അജുമലിനെ അജു എന്നാണ് അമ്മ വിളിക്കുന്നത്. അപ്പോൾ അജുമലിൻ്റെ എ, നോബിളിൻ്റെ N, ചേട്ടൻ്റെ V, പിന്നെ രാഹുലിൻ്റെ R, ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവർക്കറിയാൻ പറ്റത്തില്ല അവരെ ചോറ് ഏതാണെന്ന്. അപ്പം ഓരോരുത്തർ അളവനുസരിച്ച് അമ്മ ചോറ് പൊതിയുന്നത്. അപ്പോൾ അജുമലിനായിരിക്കും ഏറ്റവും കുറച്ച് ചോറ്. കാരണം അത് തന്നെ അവൻ കഴിക്കൂല. അമ്മ ഇല്ലെങ്കിൽ അത് ഭയങ്കര പാടാണ്. അപ്പം മറ്റുള്ളവർക്ക് വീഴ്ച കൊടുക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഞെവിടി അവർ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അമ്മ ഇങ്ങനെ പേരെഴുതി വെച്ചാൽ അവർ പൊതി നോക്കി എടുത്തോളും. അവർ അത് എടുത്ത് കഴിച്ചോളും. അമ്മ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ പേരൊന്നും എഴുതണ്ട. കാരണം അമ്മയ്ക്ക് പൊതികൾ കാണുമ്പോൾ അറിയാം അമ്മ കറക്റ്റായിട്ട് പൊതി എടുത്തു കൊടുക്കും. അപ്പോൾ അന്ന് മുട്ട വറുത്തതും അച്ചാറും നമ്മളെ ചീരത്തോരനും പിന്നീട് തലേന്നത്ത് വെച്ച രസം ഉണ്ടായിരുന്നു. പിന്നെ മുളക് കറി ഉണ്ടായിരുന്നു. അവർക്ക് രസം ഭയങ്കര ഇഷ്ടമാണ്. മുളക് കറിയൊക്കെയാണെങ്കിലും രസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം രസവും ബാക്കിയുണ്ടായിരുന്നത് അതുപോലെ കൊടുത്ത്, ഇത് മീൻകറിയും രസവും ബോട്ടിലാക്കി ബാക്കിയെല്ലാം ചോറിനകത്ത് വെച്ച് തന്നെ പൊതിഞ്ഞ് അവർക്ക് കുടിക്കാനുള്ള വെള്ളം, ചൂടുവെള്ളം എല്ലാം ഉള്ള കുപ്പിയിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ച്. ഇവന്മാർ കുപ്പി കൊണ്ടുവരാനും മടിയാ, അങ്ങും ഇങ്ങും പറക്കി ഇട്ടേക്കും. അമ്മ വേണം തപ്പി എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പം ഉള്ള കുപ്പിയിലെല്ലാം അമ്മ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവന്മാരെ നോക്കി നിൽക്കും. അപ്പോഴത്തേക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയി. കാരണം അവർ രാത്രി ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 9:30 ഒക്കെ മണിയാവും പിന്നീട് പിറ്റേന്ന് രാവിലെ സൈറ്റിൽ പോകാനായിട്ട്. അങ്ങനെ അവർ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇത് അജുവിൻ്റെ പ്ലേറ്റാണെന്ന് തോന്നുന്നു. ഞാൻ ഒന്നെടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് എടുത്ത് വെച്ചതാണ്. ഇത്രയൊന്നും അവൻ കഴിക്കത്തില്ല കേട്ടോ. ഇത് തന്നെ പാടുപെട്ടിട്ടാണ് അമ്മ തീറ്റിപ്പിക്കുന്നത്. പിന്നീട് ഇത് ചേട്ടനുള്ള പുട്ടായിരുന്നു. ചേട്ടന് മീൻകറി മതിയെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അമ്മ മീൻകറിയും പുട്ടും ചേട്ടന് കൊടുത്ത് ബാക്കിയുള്ളൊരു പയറും പപ്പടവും പഞ്ചസാരയായിട്ടാണ് കഴിച്ചത്. അന്ന് അവൻ ആ പുട്ട് കഴിക്കാൻ 1 കിലോ പഞ്ചാരയും അവന് വേണമായിരുന്നു. അത് ഒരു കുറ്റി അവൻ കഴിക്കത്തുമില്ല. ഇങ്ങനെ ഇരുന്ന് അമ്മ കസാരയിട്ട് അടുത്തിരുന്നായിരുന്നു അന്ന് ആ പുട്ട് കൊടുത്തപ്പോൾ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പുട്ട് കൊടുത്തപ്പോഴും ഇങ്ങനെ അമ്മ തിന്നടാന്ന് പറഞ്ഞിട്ട് അവിടെ അവൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതാണ്ട് അവരൊക്കെ പോയി കഴിഞ്ഞ് അടുക്കളയുടെ ലുക്ക് നേരത്തെ കാണിച്ചതായിരുന്നു. പിന്നീട് എല്ലാം ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ 3 മണിക്ക് നമ്മൾ വീണ്ടും കയറും. കാരണം രാത്രിത്തേക്കുള്ള ഫുഡ് ആക്കണമല്ലോ അവർക്ക്. അപ്പം വീണ്ടും കയറും. അതിന് മുമ്പ് നമ്മളെല്ലാം വൃത്തിയാക്കി നീറ്റാക്കി ഇട്ട പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിരുന്ന അതവിടെ ഇരുന്ന് ഉണങ്ങുകയും 3 മണിക്ക് കയറുമ്പോഴത്തേക്ക് അത് പറക്കി അടുക്കി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ട് അടുത്ത ജോലികൾ തുടങ്ങിയിട്ട് പിന്നെ അടുത്ത പാത്രങ്ങൾ വരും. പിന്നെ രാത്രി ഇതുപോലെ ക്ലീൻ ചെയ്തിടും. അന്ന് പെരയും എല്ലാം തുടച്ചായിരുന്നു. 3 ദിവസം ആയാലും തുടച്ചിട്ട് അങ്ങനെ അതെല്ലാം തുടച്ച് ക്ലീൻ. പിന്നെ അമ്മ അന്ന് സൈറ്റിൽ പോയിട്ടില്ലായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ഞങ്ങൾ തലേൻ്റെ ചോറുണ്ടായിരുന്നു. അത് അമ്മ രസമൊക്കെ ഒഴിച്ച് നല്ലോണം ഞെവിടി കലക്കി ഞങ്ങൾക്ക് 2 പേർക്കും വാരി തന്ന് അമ്മയും കഴിച്ചു. സൂപ്പറായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.